നമ്മുടെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ചെയ്യും. യെസ് സർ. ഇവിടുത്തെ സ്റ്റുഡൻസിൽ ചിലരെ എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് സതീഷ്, രാജു, ജേക്കബ്, ഇവരെ ഉടനെ ഒന്ന് സ്റ്റേഷനിലേക്ക് അയച്ചേക്കണം. അയക്കാം സർ. സ്റ്റേഷനിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്തു. അറിയാവുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ നിരപരാധിയാണമ്മേ. നീ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിരപരാധികൾക്ക് എപ്പോഴും നീതി ലഭിക്കും. അപരാധികളെ ശിക്ഷിക്കാനും നിരപരാധികളെ രക്ഷിക്കാനുമാണ് കോടതി ഉള്ളത്. നീ ധൈര്യമായിരിക്കുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇത് സ്വാഭാവികമായ മരണമല്ലെന്നും കൊലപാതകമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഡെത്ത് ഡ്യൂ ടു സഫോക്കേഷൻ. മൂക്കും വായും ബലമായി അമർത്തിപ്പിടിച്ചതിന്റെ പാടുകളുണ്ട്. അങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊന്നതായിരിക്കും. അങ്ങനെ വിചാരിക്കാനാണ് സാധ്യത. കുറ്റവാളി ആരാണെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? അന്വേഷണങ്ങളുടെയും ചോദ്യ വിചാരണകളുടെയും അടിസ്ഥാനത്തിൽ ആ കോളേജിൽ പഠിക്കുന്ന സതീഷ് എന്ന വിദ്യാർത്ഥിയാണ് കുറ്റവാളി എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് സതീഷിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അതിന് തക്കതായ കാരണം വേണ്ടേ? വേണുവിന്റെ മൃതദേഹത്തിന്റെ അടുത്തു നിന്നും കിട്ടിയ മോതിരമാണ് തക്കതായ തെളിവ്. അത് സതീഷിന്റേതാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഓൾ റൈറ്റ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ സതീഷിനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ ഈ കേസിന്റെ തെളിവുകൾ മാറി മറിഞ്ഞു എന്ന് വരാം. ദാറ്റ്സ് എ ഫാക്ട്. മിസ്റ്റർ രാജശേഖരൻ, യു അറസ്റ്റ് ഹിം. യെസ് സർ. ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളത് അനുവദിക്കണം. സതീഷ് നിരപരാധിയാണ്. നിരപരാധികൾ രക്ഷിക്കേണ്ട ചുമതല എന്റേതാണ്. ശിക്ഷിക്കാൻ മാത്രമല്ല പോലീസ്, രക്ഷിക്കാനും കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സതീഷിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. എന്റെ ദേഹത്ത് ഒരു തുള്ളി ചോരയെങ്കിലും അവശേഷിക്കുന്നതുവരെ ഞാൻ എന്റെ കൃത്യം നിറവേറ്റി മടങ്ങും. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, മരണത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഈ കുപ്പായം ഇട്ടിരിക്കുന്നത്. Mr. Sadiq, you are under arrest.
ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ് ഈ വഴിക്ക് വരേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ വന്നിരിക്കുന്നത് ജഡ്ജിയായിട്ടുമല്ല. അതിനപ്പുറത്തുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം ഓർമ്മയിൽ പോലും അവസാനിച്ചു കഴിഞ്ഞു. ബന്ധം പിരിഞ്ഞപ്പോൾ ഒപ്പിട്ട മഷി ഉണങ്ങിയിരിക്കും. പക്ഷേ മനസ്സിലേറ്റ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. മരണത്തിന് പോലും വേർപിരിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച ബന്ധത്തെ വെട്ടിമുറിച്ചത് ഞാനല്ല. പിന്നെ ഞാനാണോ? അത് സ്വയം ചോദിക്കുന്നതാണ് നല്ലത്. സ്വയം ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് സ്വന്തം മനസാക്ഷിക്ക് സംശയമുണ്ടാകുമ്പോഴാണ്. എനിക്കതില്ല. എനിക്ക് സംശയമുണ്ട്. ഞാൻ താലി കെട്ടിയത് ലാ കോളേജിലെ ഡിഗ്രിയുടെ കഴുത്തിലാണോ എന്ന്. സ്ത്രീത്വത്തെ വിലങ്ങു വെക്കുന്നതാണ് വിവാഹമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്കതിൽ അത്ഭുതമില്ല. അഴുക്ക് പിടിച്ച ഗൗണിന്റെ വില പോലും ഭർത്താവിന് കൽപ്പിക്കാത്ത ഒരു സ്ത്രീത്വം. ആ ചാപ്റ്ററെല്ലാം എന്റെ മനസ്സിൽ നിന്നും കീറിക്കളഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പൊ എനിക്ക് സ്വസ്ഥതയുണ്ട്. എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നവളാണ്. നിങ്ങളുടെ മകനെ പ്രസവിച്ച അമ്മയാണ്. ഭർത്താവ് കൺമുമ്പിലുള്ളപ്പോൾ വിധവയെ പോലെ ജീവിക്കുന്നവളാണ്. എല്ലാം അഹന്തയുടെ ഫലമാണെന്ന് ഓർമ്മിക്കണം. ആയിക്കോട്ടെ, എന്നിലെ ഭാര്യയും അമ്മയും എല്ലാം നിങ്ങൾ മറക്കും. പക്ഷെ നിങ്ങൾക്ക് ജനിച്ച മകനെ നിങ്ങൾ മറക്കരുത്. എന്നോടുള്ള വൈരാഗ്യം അവനോട് നിങ്ങൾ തീർക്കരുത്. വ്യക്തിപരമായ വിരോധം കൊണ്ടാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തെന്നാണോ ധരിച്ചിരിക്കുന്നത്? ഞാനത്ര തരംതാണ് നീചനൊന്നുമല്ല. നിങ്ങളുടെ ചാർജ് ഷീറ്റ് ആയിരിക്കും അവന്റെ ഭാവി നിർണയിക്കുന്നത്. അച്ഛന്റെ സ്നേഹത്തിന്റെയോ വാത്സല്യത്തിന്റെയോ തണലേറ്റ് വളരാൻ അവന് ഭാഗ്യമുണ്ടായില്ലെന്നതോ പോട്ടെ, അവനെ വെട്ടിവീഴ്ത്തുന്ന വാളായി മാറരുതെന്നേ എനിക്ക് അപേക്ഷയുള്ളൂ. കൊലക്കുറ്റം ചെയ്തത് മകനായതുകൊണ്ട് ഞാൻ എഴുതിയ മഹസർ വെട്ടിത്തിരുത്തണമെന്നാണോ? അതിനെന്നെ കിട്ടൂല. അത്തരം ഗതികെട്ട ശുപാർശക്കാരിയായിട്ടല്ല ഞാനിവിടെ വന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ. സത്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയാൽ ഒടുവിൽ അവരെ ഓർത്ത് ഞാനും നിങ്ങളും ദുഃഖിക്കേണ്ടി വരും. ഞാൻ കരയാൻ ശീലിച്ചിട്ടില്ല. അന്ന് കൂടെ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ മകൻ നിങ്ങളോടൊന്നിച്ച് വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോലെ അവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ മുമ്പിൽ വരുമായിരുന്നു. ലക്ഷ്മി, നോ. ഡിസ്ട്രിക്ട് ജഡ്ജ് ലക്ഷ്മി മേനോൻ. നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചത് യൂണിഫോറത്തോടെ ആയിരിക്കാം. പക്ഷെ എന്റെ മകനെ പ്രസവിച്ചപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ രക്തത്തെയാണ്. അതിന്റെ നിറം കാക്കി അല്ലായിരുന്നു. ഗുഡ് നൈറ്റ്.